കരുണ. ഫ്രാൻസിസ് പാപ്പ ഇതാ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ലൂക്കാസ് വിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യമാണ്. ലൂക്കാസ് വിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ഇതിനു മുമ്പ് വന്ന പ്രഘോഷകരൊക്കെ സംസാരിച്ചു കാണാം. നമ്മളും അവിടുന്ന് തന്നെ തുടങ്ങുന്നു. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവമക്കളെ, പിതാവിൻ്റെ പ്രത്യേകത ദൈവം കരുണയാകുന്നു. ദൈവം കരുണയാകുന്നു. ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്യമാണ് ദൈവം സ്നേഹമാകുന്നു. ഈ നൂറ്റാണ്ടില് തമ്പുരാൻ കർത്താവ് പ്രഖ്യാപിക്കുന്നത് ദൈവം കരുണയാകുന്നു. ദൈവം കരുണയാകുന്നു. ദൈവം കരുണയാകുന്നു. നമ്മൾ ഈ ദിവസം നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകരുണ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. ഞാനും നിങ്ങളും കരുണയാകണമെന്ന്. അല്പം മുമ്പ് പറഞ്ഞു ദൈവം കരുണയാണെന്ന്. ഇപ്പൊ പറയുന്നു നിങ്ങൾ കരുണയാകണമെന്ന്. നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മുഖവും പിതാവായ ദൈവത്തിൻ്റെ കണ്ണുകളും പിതാവായ ദൈവത്തിൻ്റെ അധരങ്ങളും പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളുമായി തീരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കാര്യഭവനിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവത്തിൻ്റെ രൂപവും ദൈവത്തിൻ്റെ ഭാവവും ദൈവത്തിൻ്റെ ചൈതന്യവുമൊക്കെ ഉൾക്കൊള്ളുന്നവരാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ വിളിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോവുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കരുണയുടെ അനുഭവവുമായിട്ട് വന്ന് കായേനോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. നമുക്കറിയാം ദൈവത്തിൻ്റെ കരുണ. ഇതാ കായേൻ പാപം ചെയ്തു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. എനിക്ക് വഹിക്കാവുന്നതും വലുതാണ് ഈ ശിക്ഷ. ദൈവമക്കളെ, സ്വന്തം സഹോദരനെ കൊന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് കായേൻ നിൽക്കുക. വചനമൊന്ന് സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ കായേൻ പാപം ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിന് മുമ്പ് ഇടപെടുന്ന തമ്പുരാൻ കർത്താവിനെ. ഹല്ലേലൂയ. തമ്പുരാൻ കർത്താവ് ചോദിക്കുക, എന്തേ കായേൻ നിന്റെ മുഖം കറുത്തിരിക്കുന്നത്? എന്തേ കായേൻ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഹല്ലേലൂയ. മുഖം കറുത്തിരിക്കുക, മുഖം വാടിയിരിക്കുക എന്നുള്ളത് ദൈവമക്കളുടെ സ്വഭാവമല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, മുഖം കറുത്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ആബേലിനെ വധിക്കുന്നതിന് മുമ്പ് കായേൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു കൊടുത്തതാ. ദൈവം നമ്മളെ വിട്ടുകളയാൻ വേണ്ടി ഒരുക്കമില്ലാത്തൊരു ദൈവമാണ്. പുരോഹിതനായി എന്നെ ഇങ്ങനെ കയ്യിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കുക, പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഒരു 8 കൊല്ലം മുമ്പ് ഒരു പുതിയ ശുശ്രൂഷയെ ഏൽപ്പിച്ചിട്ട് തമ്പുരാൻ കർത്താവിനെ ഇടം വലം വിടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർക്കൊക്കെ അറിയാം, ഇടം വലം വിടത്തില്ല ഈ കർത്താവ്. പിടിച്ച ആൾക്കാരിലോട്ട് കെട്ടിയിട്ടിരിക്കുക. അവന് ഇഷ്ടമില്ല നമ്മൾ പോകുന്നത്. അവന് യാക്കോബിന്റെ ലേഖനം പറയുന്നില്ലേ, യാക്കോബിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, നിന്നെ അസൂയയോടെ അവൻ അഭിലഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നീ കൂടാരത്തിലിരിക്കുന്ന നമ്മളോട് കർത്താവിനൊരു വലിയ അടുപ്പമുണ്ട്, കർത്താവിനൊരു വലിയ താല്പര്യമുണ്ട്, കർത്താവിനൊരു വലിയ സ്നേഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവ് എൻ്റെ ഇടതും വലുതും ഒക്കെ വന്നു നിന്ന് എന്നോട് വർത്താനം പറയാറുണ്ട്. തിരുവചനം തുടരുകയാണ്. തിരുവചനം വായിക്കുന്നു, നിന്റെ അടുക്കൽ പാപം പതിയിരിപ്പുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ? തിരുവചനം എന്നിട്ട് ഇതാ ആബേലിനെ വധിച്ചു. എന്നിട്ട് കായേൻ വന്ന് പറയുക, എനിക്ക് ഈ ശിക്ഷ വഹിക്കുന്നതിലും വഹിക്കാൻ പറ്റാവുന്നതിലും വലുതാണ്.
കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. സ്വർഗം നഷ്ടപ്പെട്ടല്ലോ എനിക്ക്. അവിടുത്തെ സന്നിധിയിൽ ഇനി ഞാൻ ഒളിച്ചു നടക്കണം. ദൈവത്തിന്റെ മുമ്പിൽ പോലും വരാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. ദൈവമക്കളെ, അനേകരുടെ വേദനയായത്. കഴിഞ്ഞ ദിവസം 4-ാം തീയതി അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ തിരുനാളായിരുന്നു. സെപ്റ്റംബർ മാസം 14-ാം തീയതി ഫ്രാൻസിസ് പിതാവ് സ്വർഗത്തിലേക്ക് കയ്യും വിരിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, ഈശോയുടെ സ്നേഹം, ഈശോയുടെ സ്നേഹം. ഈശോ സ്നേഹം കൊടുത്തു. എന്ത്? തിരുമുറിവുകൾ, പഞ്ചക്ഷതങ്ങൾ കിട്ടിയിട്ട് ഈ ഫ്രാൻസിസ് പുണ്യാളൻ കമന്ന് കിടന്ന് നിലവിളിക്കുക. ഈ ഫ്രാൻസിസ് പുണ്യാളൻ നിലവിളിക്കുന്നത് കാണുമ്പോൾ ലിയോ ചെന്നിട്ട് ചോദിക്കുന്നു, ഫ്രാൻസിസ് പിതാവേ, വല്ലാത്ത വേദനയുണ്ടല്ലേ? ഫ്രാൻസിസെ, നിനക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ? ഫ്രാൻസിസ് ചോദിച്ചു, വേദനയോ? എനിക്കോ? അതെ, ഞാൻ കാണുന്നു നിന്റെ കൈകളിലൂടെ രക്തമൊഴുകുന്നത്, നിന്റെ കാലിലൂടെ രക്തമൊഴുകുന്നത്, നിന്റെ വിലാവിലൂടെ രക്തമൊഴുകുന്നത് ഞാൻ കാണുന്നു. നിനക്ക് നല്ല വേദനയുണ്ടല്ലേ? ഫ്രാൻസിസ് പറഞ്ഞു, എനിക്കോ? എനിക്ക് വേദനയില്ല. പിന്നെന്തിനാ ഫ്രാൻസിസ് നീ കരയുന്നത്? എന്റെ പാപങ്ങളെ ഓർത്ത്, എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്നോർത്ത്, സ്വർഗത്തിൽ എനിക്ക് ഇടം കിട്ടാതെ പോകുമെന്നോർത്ത് ഞാനിതാ കരയുന്നു. ഞാനും നിങ്ങളും കരയാനായിട്ട് ഒരൊറ്റ വിഷയം, അത് പാപമായിരിക്കണം. ചെയ്ത പാപത്തെ ഓർത്ത്. ദൈവമക്കളെ, ഇത് കുമ്പസാരിക്കുന്നവരെ ഞാൻ കണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കണം, അല്ലാതെ കുമ്പസാരിക്കരുത്. നിന്റെ ഉള്ളു തേങ്ങുന്നില്ലെങ്കിൽ നീ കുമ്പസാരിക്കരുത്. ആ കുമ്പസാരത്തിൽ ഒരു അഭിഷേകമില്ല. കുമ്പസാരിക്കുമ്പോൾ ചങ്കു പൊട്ടണം, കുമ്പസാരിക്കുമ്പോൾ നിലവിളിക്കണം, കുമ്പസാരിക്കുമ്പോൾ കണ്ണീർ തുള്ളി വരണം, കുമ്പസാരിക്കും ഗദ്ഗതങ്ങൾ ഉണ്ടാവണം. ഞാൻ പറയും, അല്ലാത്ത കുമ്പസാരം നല്ല കുമ്പസാരമല്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ പിതാവിനെ വേദനിപ്പിച്ചു, എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തെ ഞാൻ തട്ടിക്കളഞ്ഞു. അതിനെ ഓർത്ത് ഞാൻ വേദനിച്ച് കുമ്പസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ എൻ്റെ ശിക്ഷ വലുതാണ്. ഞാൻ ഒളിച്ചു നടക്കണം. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കൊന്നവൻ്റെ ചിന്തയാണ് എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് അവനോട് പറഞ്ഞു, ഒരിക്കലുമില്ല, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. ദൈവത്തിൻ്റെ കരുണ. ദൈവം കായേനെ ചേർത്ത് പിടിക്കുക, കായേന്റെ നെറ്റിയിൽ കുരിശടയാളം ഇട്ട് കൊടുക്കുക. ദൈവം തമ്പുരാൻ കായേന്റെ നെറ്റിയിൽ രക്തം കൊണ്ടൊരു കുരിശ് ഇതാ ഇട്ടുകൊടുത്തിട്ട് പറയുന്നു, നിനക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇതിന്റെ ലോഗോ ഓർമ്മിക്കുന്നുണ്ടാവാം, കാരുണ്യവർഷത്തിന്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇതാ ദൈവം മനുഷ്യനെ ചുമക്കുന്നു. ദൈവത്തിനും മനുഷ്യനും കൂടി 3 കണ്ണുകൾ. കാരുണ്യവർഷം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ കാണുന്ന കണ്ണുകളിലൂടെ ദൈവം കണ്ടു തുടങ്ങുക. ഇത്രയും കാലം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണാനാ. പക്ഷെ ഇന്ന് പറയാ, ദൈവം നീ കാണുന്നത് പോലെ കാണുന്നു. നിന്റെ നൊമ്പരത്തെ നിന്റെ ദൈവം കാണുന്നു. നിന്റെ തകർച്ചയെ നിന്റെ ദൈവം കാണുന്നു. നിന്റെ പാപത്തെ നിന്നി കാണുന്നത് പോലെ നിന്റെ ദൈവം കാണുന്നു. നിന്റെ കണ്ണുകളിലൂടെ ദൈവം നോക്കുന്നു. പോരാ, ദൈവത്തിന്റെ ഒരു കണ്ണ് നിനക്കും തന്നിരിക്കുക. ദൈവം കാണുന്നത് പോലെ കാണാൻ. ദൈവം കാണുന്നത് പോലെ കാണുന്നത് കൊണ്ടല്ലേ മക്കളെ ഈ 5 ദിവസങ്ങൾ നിങ്ങൾ ഈ കൂടാരത്തിൽ വന്നിരിക്കുന്നത്. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണയായത് ദൈവം കാണുന്നത് പോലെ കാണുവാനായിട്ട് മനുഷ്യനെ തോളിൽ പേറുന്നൊരു ദൈവം. നഷ്ടപ്പെട്ട ആടിനെ കണ്ടു കിട്ടുമ്പോൾ അതിനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ എടുത്ത് തോളിൽ വെക്കുന്ന ദൈവം. മഹത്വത്തിന്റെ തീയന്നിൽ കത്തിക്കണേ. പുറപ്പാടിന്റെ പുറപ്പാടിന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് നമ്മൾ കാണുന്നു 22-23 മുതലുള്ള തിരുവചനങ്ങൾ. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രയേൽ മക്കൾ നെടുവീർപ്പെട്ടു നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവ സന്നിധിയിലെത്തി. അടിമത്തത്തിലേക്ക് പോയി, ദൈവത്തെ വേണ്ടാന്ന് വെച്ചു.
ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിൽക്കുന്ന തൻ്റെ പൊന്നു മക്കള്. എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകതയാ ദൈവമക്കളെ ഇത്. എനിക്കും ഞാനും നിങ്ങൾ എന്ത് പുരോഹിതരെ പറ്റി പറയും, മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന്. പൗരോഹിത്യം എടുത്തു മാറ്റാൻ ആർക്കും പറ്റില്ല. പൗരോഹിത്യം കൊടുക്കാൻ ഒരു മെത്രാനച്ചന് പറ്റും, പക്ഷേ പൗരോഹിത്യം, അവന്റെ ഉള്ളിലുള്ള പൗരോഹിത്യത്തെ കെടുത്താൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. എത്ര വലിയ പാപം ചെയ്തോട്ടെ, എത്ര വലിയ വീഴ്ച സംഭവിച്ചു കൊള്ളട്ടെ, അവന്റെ ഉള്ളിൽ ദൈവം കൊളുത്തി വെച്ച പൗരോഹിത്യത്തിന്റെ വിളക്ക് കെടുത്താൻ മാർപ്പാപ്പയ്ക്ക് പോലും സാധിക്കില്ല. യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ. നീ എന്നും 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 പുരോഹിതനായിരിക്കും. ദൈവത്തിന്റെ കരുണയാ മക്കളെ ഇത്, ദൈവത്തിന്റെ കരുണയാ. ഞാനൊന്ന് നിലവിളിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും. എത്ര വലിയ കൊലപാതകയാണെങ്കിലും ശരി, ദൈവമേ എന്ന് വിളിച്ചാൽ എൻ്റെ പുരോഹിതന്റെ വിളിയായി ദൈവം അത് കേൾക്കും. ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ടു, നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും. ദൈവമക്കളെ, വെറുതെ പൊട്ടിക്കരയുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു കരച്ചിലല്ലത്, ഒരു വികാര പ്രകടനമല്ല ഒരു വിശ്വാസിയുടെ നിലവിളി. അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിച്ചു. ഒരു വലിയ ഉടമ്പടിയുണ്ട്, കാൽവരി കുരിശിന്റെ ഉടമ്പടി. ഈ ലോകത്ത് മനുഷ്യൻ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നത് മകന്റെ നിലവിളിയാണ്. കാൽവരി കുരിശിലെ മകന്റെ നിലവിളിയ പിതാവ് കേൾക്കുന്നത്. അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും അവിടുന്ന് അവരെ കടാക്ഷിക്കുകയും അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവം എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഈശോ കർത്താവ് ഈ 2 വാക്കിലൂടെ പറഞ്ഞു തരുന്നത് ഈ ചരിത്രം മുഴുവനാണ്. ഇന്നലകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ കരഞ്ഞപ്പോ, ജീവിത പങ്കാളി കരഞ്ഞപ്പോ, മക്കള് കരഞ്ഞപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നോ? അല്ലെ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ജീവിതങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ദൈവമക്കളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ പൊതുവായിട്ട് പറഞ്ഞ സാക്ഷ്യം നിങ്ങളും കേട്ട് കാണും. ഒരു ദൈവം ഇതില് അവന് വലിയ ആക്സിഡൻറ്റിൽ പെട്ടു, ബൈക്ക് ആക്സിഡൻറ്റ്. തലയെല്ലാം പൊട്ടി, അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ സാധ്യതകളില്ല എന്ന് പറഞ്ഞിരിക്കുക. ഈ മകള്, അവൻ്റെ ഭാര്യ, അവൾ പള്ളിയിൽ വന്നിരിക്കുക. അവൾ വന്ന് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി വെളിപാട് ഇങ്ങനെയാണ്: ബെന്നി എന്ന് പേരുള്ള ഒരു മകനെ തമ്പുരാൻ കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഭർത്താവ് കിടക്കുമ്പോൾ ഈ ഭാര്യ വന്ന് തമ്പുരാന്റെ കരുണയുടെ കൂടാരത്തിൽ നിലവിളിക്കുക. ദൈവം ഓർത്തു അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി. ദൈവം ഓർത്തു പുത്രൻ തമ്പുരാനോട് ചെയ്തൊരു ഉടമ്പടി. ദൈവമക്കളെ, ഏതാനും 1 മാസം മുമ്പോ മറ്റുമാണ് ഈ ബെന്നി എന്ന മനുഷ്യൻ അവൻ അൾത്താരെ വന്നു. ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇവന് ചിലപ്പോൾ ജീവൻ കിട്ടിയാലും ഒരു ശരീരത്തിൽ ചലനം കിട്ടില്ല. 2, ശരീരത്തിന് ചലനം കിട്ടിയാലും ഒരിക്കലും അവൻ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. 3, നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അവൻ ഒരു കാരണവശാലും സംസാരിക്കുകയില്ല. ബെന്നി ഇന്ന് സംസാരിക്കുന്നു. ബെന്നി ഇന്ന് ജോലിക്ക് പോകുന്നു. ബെന്നി ഇന്ന് നല്ലൊരു ഭർത്താവായി ജീവിക്കുന്നു. മക്കളുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം, മക്കളുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം. ദൈവമക്കളെ, ഇതാ ദൈവത്തിന്റെ കരുണ. തിരുവചനം പറയുകയാണ്. അടുത്ത വാക്യം ഒന്ന് കേട്ടെ: ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിഞ്ഞു. തിരുവചനം പറയുക, ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലുമൊഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ കർത്താവ് തരുന്ന വാഗ്ദാനമാ മക്കളെ ഇത്. തമ്പുരാൻ കർത്താവ് ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ കരുണ ഇതാ. കരുണ എന്ന വാക്കിന് ബൈബിളിൽ 4 വാക്കുകളാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ഹെസദ്, ഹിബ്രു ഭാഷയിൽ.
എല്ലാത്തിനും ഏതാണ് ഉള്ളിൻ്റെ ഉരുക്കത്തിന് പറയുന്ന വാക്കാണ് ഹെസദ്. മറ്റൊരു വാക്ക് റഹം, ഗർഭപാത്രം എന്നർത്ഥം. കരുണയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് റഹം, ഗർഭപാത്രം. അമ്മയുടെ ഗർഭപാത്രം, കുഞ്ഞിനു വേണ്ടി മാത്രം, ജന്മം കൊടുക്കാൻ വേണ്ടി, കുഞ്ഞിനെ പൊതിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം സ്ത്രീകൾക്ക് ദൈവം കൊടുക്കുന്ന സക്കാരി, ദൈവം കൊടുക്കുന്ന സക്കാരി. ഞാൻ വിശ്വസിക്കുന്നു ഭാര്യമാര്, അമ്മമാർക്ക് വിവാഹ നാളില് ദൈവം ഒരു സക്കാരി കൊടുക്കുന്നു. അത് നിന്റെ ഗർഭപാത്രം. റഹം എന്ന വാക്കിന്റെ അർത്ഥം ഈ ഗർഭപാത്രം എന്ന. മറ്റൊന്ന് സ്പെങ്കൻസോമായി, ഗ്രീക്ക് വാക്ക്. നമ്മൾ ബൈബിള് സുവിശേഷം വായിക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ കാണും അലിവ്. അതും ഉള്ള് അലിഞ്ഞ് ഒഴുകുന്നൊരു അനുഭവമാണ്. ഞാൻ ഇന്ന് മാസം രാവിലെ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി, പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ചു. എനിക്കറിയാവുന്ന ഒരു കുട്ടി, അവനെ പറ്റിയാണ് ആ പുസ്തകം. ഇവൻ ആ പള്ളിയിൽ നിന്നും വന്നുകൊണ്ടിരുന്നതാണ്. ഇവൻ ജോജു, ഇവർ ക്യാൻസർ ആയിരുന്നു. 12ാം ജന്മദിനത്തിൽ ഡയഗ്നോസ് ചെയ്യുന്നു ഈ കുഞ്ഞിന് ക്യാൻസറാണ്. ആ പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ള കുറച്ചധികം അനുഭവങ്ങളാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാവുന്ന ഞാൻ പറയുക. ഇത്രയും പ്രകാശമുള്ള പയ്യൻ, ഇത്രയും ശോഭയുള്ള പയ്യൻ, ഒരു മാലാഖ വരുന്നു. എത്ര തിരക്കാണേലും എത്ര ക്ഷീണമാണെങ്കിലും ശരി, ഈ കൊച്ചു വരുമ്പോൾ ഞാൻ അവനെ വിളിക്കും, അവൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഇവൻ്റെ അമ്മ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കൊച്ചു വാക്യം മാത്രം പറയാൻ വേണ്ടിയാ ഇപ്പം ഞാൻ അവനെ ഓർത്തത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ, അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ ഒന്ന് കിടക്കാവോ. ജോജു പിറ്റേ ദിവസം മരിച്ചു. ഇതാ റഹം. അമ്മ ചേർത്ത് കുടിക്കുമ്പോ കിട്ടുന്ന ഒരു അഭിഷേകത്തിന്റെ പേരാണ് റഹം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ ഇതാ മക്കളെ. നമ്മളൊരു ഫിലോസഫിയിലേക്കൊന്നും പോകുന്നില്ല. ജീവിതം വെച്ച് നമ്മൾ സംസാരിക്കുക. കർത്താവ് ഫിലോസഫർ അല്ല, കർത്താവ് ജീവനും ജീവിതവും ഒക്കെയാണ്. ഞാൻ ഓർക്കുക ഈ കൊച്ചിൻ്റെ അവൻ പറഞ്ഞ അവസ്ഥ, എൻ്റെ ചങ്ക് ഞാൻ വെറുതെ എടുത്ത് വായിച്ചതായിരുന്നു. ഈ വചനമൊക്കെ പറയണമെന്ന് മനസ്സിലൊക്കെ കരുതി വെച്ചിരുന്ന, പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അവൻ്റെ അവസാനത്തെ ആഗ്രഹം അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇവൻ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? അമ്മ എന്നെ വിട്ടു പോകല്ല കുട്ടാ, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാടാ. ബൈബിൾ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പാപം സ്ത്രീ കുഞ്ഞിനോട് കാണിച്ച സ്നേഹമല്ല, ദൈവം എന്നോടും നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെ പറ്റിയാ പറയുന്നത്. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാടാ എന്റെ കുഞ്ഞ്, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ. ദൈവമക്കളെ, ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട സ്നേഹം, ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട കരുണ ഇതാ. പിന്നാലെ നടന്ന് എത്ര നന്ദികേട് കാണിച്ചാലും, എത്ര വകതിരിവില്ലായ്മ കാണിച്ചാലും ശരി, പുറകെ നടന്ന് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാടാ കുട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ കരുത്തിതാ. എന്റെയും നിങ്ങളുടെ ഭാഗ്യം ഇതാ. ഒരുപാട് വേദനിക്കുന്നവര്, ഒരുപാട് ദുഃഖിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ട്. തമ്പുരാൻ കർത്താവ് എന്നോടും നിന്നോടും ചോദിക്കുക, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാടാ കുട്ട? നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാ? ഈ കുരിശ് പറയുന്ന അതാ മക്കളെ. അല്പം മുമ്പ് അർപ്പിക്കപ്പെട്ട തിരുബലി പറയുന്ന അത് തന്നെയാ. ഈ തിരുവചനം പറയുന്ന അത് തന്നെയാ. നിന്നെ വിട്ടിട്ട് ഞാൻ ഇവിടെ പോകാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ഏതാനും വാക്യങ്ങളെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തില് തമ്പുരാൻ കർത്താവ് ഇതാ മലമുകളിൽ മോശയുടെ അടുക്കല് നിൽക്കുക, ദൈവത്തിന്റെ തിരുമുമ്പില്. സംഭവങ്ങള്, ആദ്യം ജനം പാപം ചെയ്തു. ദൈവമുണ്ടാക്കിയ കൽപ്പലകള് തമ്പുരാൻ ഇതാ കൊടുത്തുവിട്ടു. അത് മോശ തല്ലിപ്പൊളിച്ചു, ആകെ തകർത്തിട്ട് നിൽക്കുകയാണ്. വീണ്ടും കയറി മലമുകളിലേക്ക് ചെന്ന് കഴിഞ്ഞു. ഇതാ അവർ തൊട്ടു മുമ്പുള്ളൊരു വാക്യം കൂടെ വായിച്ചേക്കാം. അതിന് തൊട്ടു മുമ്പ് പറയുകയാണ്, തമ്പുരാൻ കർത്താവ് പറയുന്നു,
മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ഒരു ഗുണവുമില്ലാത്തവന്മാര്, ദുശാഠ്യക്കാര്, പിടിവാശിക്കാര്, നന്ദിയില്ലാത്തവര്, അങ്ങനെ ഒരു ജനതയാണിത് എന്ന് പറഞ്ഞപ്പോൾ, അതിനാൽ എന്നെ തടയരുത്, എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്താണ്? ദൈവങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുറപ്പാടിൻ്റെ പുസ്തകം 32. ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മോശ എന്താ ചെയ്ത്? കരുണയാകണേ, കരുണയാകണേ. ഈ കാരുണ്യ അനുഭവ ധ്യാനത്തിൽ, കൺവെൻഷനിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ മോശയെ മറന്നു കളയല്ല. മോശ കൈ ഉയർത്തി പറയുന്നു, ഈ ജനത്തോട് കരുണയാകണേ. നന്ദികേട് കാണിച്ചവർ, ഏകദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെ ആരാധിച്ചവർ, ഇതാ മോശ പറയുന്നു, ഇവരോട് കരുണ കാണിക്കണമേ. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഒറ്റ പ്രാർത്ഥന ഇതാണ്, കരുണയായിരിക്കണമേ. ഇന്ന് രാവിലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന ചെയ്തുള്ളൂ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്. പിതാവേ, എൻ്റെ മേലും ഇന്ന് വചനം കേൾക്കാൻ വരുന്നവരുടെ മേലും കാരിസ്മാവിൻ്റെ മേലും കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ദൈവമക്കളെ, ഇത്രയും ശക്തമായ മറ്റൊരു പ്രാർത്ഥനയില്ല. കരുണയായിരിക്കണമേ. മോശ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു എന്ന് കേട്ടുള്ളൂ. ഇതാ കർത്താവ് ശാന്തനായി. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായത്. ദൈവമേ, കരുണയാകണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി തുടർന്ന് തിരുവചനങ്ങൾ വായിക്കുക. തുടർന്ന് ഞാനിപ്പോൾ പറഞ്ഞ ആ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. തമ്പുരാൻ കർത്താവ് മോശയെ മലമുകളിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് തമ്പുരാൻ സംസാരിക്കുക. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാൻ. ദൈവമക്കളെ, നീ എവിടെ നിൽക്കുകയാണെങ്കിലും ശരി, ഏത് പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ശരി, ഏത് തകർച്ചയിലുള്ള വ്യക്തിയായിരുന്നാലും ശരി, ഏത് ദുരന്തത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഇതാ അവിടുന്ന് കാരുണ്യവാൻ, കൃപാനിധി, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. മോശപ്രവാചകൻ ചെന്ന് ദൈവസന്നിധി നിന്നപ്പോൾ തമ്പുരാൻ കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക. താൻ കാരുണ്യവാനാണ്, താൻ കാരുണ്യവാനും കൃപാലുവുമാണെന്ന്. ദൈവമക്കളെ, ഈ സായാഹ്നത്തിൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എന്നിലേക്കും നിങ്ങളിലേക്കും ഒരു ചാലു കീറണം. തമ്പുരാൻ കർത്താവിൻ്റെ ഹൃദയം കുത്തി പിളർക്കപ്പെട്ടപ്പോൾ അവിടുന്ന് വെളിയിലേക്ക് ചാലു കീറിയെങ്കിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളൊന്ന് പൊട്ടിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചാലു കീറണം. മക്കളെ, ദൈവത്തിൻ്റെ കരുണയുടെ ചാല് നിന്റെ ഓരോ കോശത്തിലും എത്തുന്ന, നിന്റെ ജീവിതത്തെ മുഴുവൻ തുടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ചാല് നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകണം. തമ്പുരാൻ കർത്താവ് കൽപ്പനയല്ല അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ കർത്താവ് തന്നെ വെളിപ്പെടുത്തുക. മോശ, എൻ്റെ പേര് കാരുണ്യവാൻ, എൻ്റെ പേര് കൃപാലു, കോപിക്കുന്നതിൽ വിമുഖൻ, ഇതായിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് കരുണ ഉള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ ഉള്ളവരായിരിക്കുവൻ. തമ്പുരാൻ കർത്താവ് നമ്മളെ വിളിക്കുക. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അവിടുന്ന് കാരുണ്യവാനാണ്, കൃപാലുവാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് അരുളിച്ചെന്ന 2 വചനങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ ഏതാനും മാസങ്ങളായിട്ട് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഏതാനും വചനങ്ങൾ ഈ നിമിഷം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു. തമ്പുരാൻ കർത്താവ് പ്രഖ്യാപിക്കുക, എനിക്ക് ജനത്തോട് അസഹിഷ്ണുത തോന്നുക,
എൻ്റെ ജനം തകർന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ദേശത്ത് ക്യാൻസർ പിടിപെടുന്നു, എൻ്റെ ദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, എൻ്റെ ദേശത്ത് കുടുംബങ്ങൾ തകരുന്നു. തമ്പുരാൻ കർത്താവ് അസഹിഷ്ണുവാവുക. നമ്മുടെ തകർച്ച കണ്ടിട്ട് ദൈവമക്കളെ ദൈവം അസഹിഷ്ണുവാകുക. നമ്മുടെ തകർച്ച കണ്ടിട്ട് ദൈവത്തിന്റെ ഹൃദയം പൊട്ടിപ്പോവുക. ഞാൻ ഓർക്കുക, ഒരു കുടുംബം, ആ അമ്മ വന്ന് എന്നോട് പങ്കുവെച്ച 2 മക്കളായിരുന്നു. പെൺകുട്ടികൾ 2 പേരും. മൂത്ത കുട്ടി അവള് മെഡിസിനോ അവള് ബാംഗ്ലൂരോ മറ്റോ ആയിരുന്നു, മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവൾ ഒരുത്തിൻ്റെ കൂടെ ഓടിപ്പോയി. ഒരു വലിയ സാമ്പത്തിക നിലവാരമൊക്കെ ഉള്ള ഒരു കുടുംബം. പക്ഷെ ഈ മകൾ ഓടിപ്പോയത് ആ കോളേജിലെ ബസ് ഓടിക്കുന്ന മനുഷ്യൻ്റെ കൂടെ. ഇവൾ ഓടിപ്പോയി, കുടുംബം തകർന്നു. ഇവളെ അവസാനം അന്വേഷിച്ചു. സ്വാധീനവും സമ്പത്തും ഒക്കെ ഉള്ളവരായിരുന്നുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. കർണാടകയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഇവളെ കണ്ടുപിടിച്ചു. അവളെ കൊണ്ടുവന്ന്, എനിക്ക് എറണാകുളത്താന്ന് തോന്നുന്നു, കോടതിയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജഡ്ജി ചോദിച്ചു, നിനക്ക് അപ്പൻ്റെ അമ്മയുടെ കൂടെ പോകണോ അതോ ഇവൻ്റെ കൂടെ പോകണോ? അപ്പനും അമ്മയും വിചാരിച്ചു അവൾ പറയും അപ്പൻ്റെ അമ്മയുടെ കൂടെ പോകണമെന്ന്. പക്ഷെ അവൾ പറഞ്ഞത് ആ ഡ്രൈവറിൻ്റെ കൂടെ പോകണമെന്ന്. അവൾ പോയി. ഒരു വിവാഹം കഴിഞ്ഞവനായിരുന്നു അവന്. 2 മക്കളുള്ളവനായിരുന്നു അവന്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ. അവരിറങ്ങിപ്പോയി. ഈ അപ്പനും അമ്മയും കണ്ണീരോടെ ഇറങ്ങിപ്പോന്നു. അവർ തിരിച്ചു വന്നിരിക്കുക, ഒരുപാട് വേദനയിലും ദുഃഖത്തിലും ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക്. അമ്മയുടെ ചങ്ക് പൊട്ടി. എന്തേ? ഈ കുഞ്ഞിനോടുള്ള സ്നേഹം. 2 മക്കളെയും നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് വളർത്തിയ അമ്മ ചങ്ക് പൊട്ടി. അവർ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൾ വരിക. എങ്ങനെയോ അറിഞ്ഞു അമ്മയുടെ അവസ്ഥ. ഞാൻ അധികം പ്രായമുള്ളവരുടെ കാര്യമൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 40-45 വയസ്സുള്ള സഹോദരിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഇവൾ തിരിച്ചു വന്നു. അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഇവർ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പൻ പറഞ്ഞു, അകത്തോട്ട് കയറ്റിവിടില്ല. നീയാണ് നിന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത്. നീ അങ്ങോട്ട് കയറിപ്പോണ്ട, നീ തിരിച്ചു പോ. നിന്നെ പോലൊരു മോളെനിക്കില്ല. അവളെ തിരിച്ചു വിട്ടു. പിന്നെ കാണാൻ വേണ്ടി ഈ മനുഷ്യനകത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ ഭാര്യയോട് പറഞ്ഞു, മോള് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചോടിച്ചു. ഈ അമ്മ പറഞ്ഞു, അവർ തേങ്ങലോടെ പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. ദൈവമക്കളെ, വീണ്ടും ഈ മനുഷ്യൻ എങ്ങനെയോ തേടിപ്പിടിച്ച് ഇവർ വീണ്ടും വരിക. പക്ഷെ അന്ന് അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇനി ഞാൻ അമ്മയെ വിട്ടു പോകുന്നില്ല. അവൾ പിന്നെ പോയില്ല. ആ മനുഷ്യൻ തിരിച്ചു പോയി. ഇന്ന് ഞാനിത് പറയുമ്പോൾ അവൾ മെഡിസിൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ദൈവത്തിൻ്റെ കരുണ ഈ അമ്മയിലൂടെ ഒഴുകി. കുടുംബം തകർത്ത് അപമാനത്തിൻ്റെ അങ്ങേയറ്റത്ത് വരുത്തി സ്വന്തം ശരീരം കൂടി തകർത്തിട്ട് അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. പക്ഷേ ആ അമ്മയുടെ മനസ്സിലൊരു തുടിപ്പുണ്ടായിരുന്നു, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. ഇതാ അവൾ തിരിച്ചെത്തുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ്, ആ ഹൃദയത്തിൻ്റെ വേദന മാറുന്നു. അവരിപ്പം ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. ഈ മകള് പഠിച്ച് തിരിച്ചവൾ വീട്ടിലെത്തിയിരിക്കുക.